السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. വളരെ സ്നേഹവും ബഹുമാനമുള്ള അഭിയന്തരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹനിധികളായ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹനിധികളായ ഉമ്മമാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ, അള്ളാഹുവിൻ്റെ പരിഭാവനമായ റമദാൻ മാസത്തിൽ നമുക്ക് സംഗമിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകിയിരിക്കുകയാണ്. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഈ വിശുദ്ധമായ റമദാൻ പല നിലക്ക് പല പ്രതിസന്ധികളും പ്രയാസങ്ങളും പല നിലക്കുള്ള വിഷമങ്ങളും നമുക്കുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ പൊരുത്തവും അള്ളാഹുവിൻ്റെ തൃപ്തിയും ആഗ്രഹിച്ചുകൊണ്ട് നന്മകൾ അധികരിപ്പിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മളിങ്ങനെ ഈ ഒരു പരിപാടിയുടെ ഭാഗമായി നമ്മളിങ്ങനെ നന്മകൾ കേൾക്കുമ്പോൾ, നന്മകൾ നമ്മൾ അറിയുമ്പോൾ, അള്ളാഹു ഇതിനു വേണ്ടി പരിശ്രമിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങൾക്കും ഗുണകരമായ രണ്ട് ലോകത്തും ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സ്നേഹജനങ്ങൾ, സഹോദരങ്ങൾ എല്ലാവർക്കും അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ജീവിതത്തിൽ വല്ല പ്രയാസങ്ങളോ പ്രതിസന്ധികളോ അള്ളാഹുവിൻ്റെ ഖലാഇലുണ്ടെങ്കിൽ റഹ്മാനായ റബ്ബിൻ്റെ മഹത്തായ അതിരില്ലാത്ത റഹ്മത്ത് കൊണ്ട് നമുക്ക് അള്ളാഹു എല്ലാ നിലക്കും അത് തട്ടിമാറ്റി നമ്മെ അള്ളാഹു അവൻ്റെ കാവൽ കൊണ്ട് രക്ഷപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ മുൻഗാമികൾ, നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഭാര്യമക്കൾ, ഉസ്താദുമാർ എല്ലാവർക്കും അള്ളാഹു ആഫിയത്തോടെ റാഹത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന സ്വാലിഹീങ്ങളായ മഹാത്മാക്കളായ നേതാക്കന്മാർ അവർക്കെല്ലാവർക്കും അള്ളാഹു ആഫിയത്തോടെ റാഹത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിൽ വിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ ഒന്നാമത്തെ 10 നമ്മോട് വിട പറഞ്ഞിരിക്കുന്ന ഘട്ടത്തിലാണ്. റമദാൻ അള്ളാഹുവിൻ്റെ വലിയൊരു റഹ്മത്തിൻ്റെ തെളിവാണ്. അള്ളാഹു മനുഷ്യരായ നമ്മോട് അള്ളാഹു കാണിക്കുന്ന ഓരോ സംഗതിയും, അള്ളാഹു നമ്മോട് പറയുന്നതും, അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്നതും, നമുക്ക് അള്ളാഹു എല്ലാം അനുകൂലമാക്കി തന്നതും എല്ലാം അള്ളാഹുവിൻ്റെ ഒരു വലിയ റഹ്മത്താണ്. പടച്ചവന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ, അള്ളാഹുവിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ നമ്മൾ രക്ഷപ്പെടണമെന്നാണ്. നമ്മൾ വിഷമത്തിലാവണമെന്ന്, നമ്മൾ ബുദ്ധിമുട്ടിലാവണമെന്ന്, നമ്മൾ ദുരിതത്തിലാവണമെന്ന് അള്ളാഹു ആഗ്രഹിക്കുന്നില്ല. അള്ളാഹു നമ്മൾ രക്ഷപ്പെടണമെന്നാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെയാണല്ലോ സ്വർഗം സൃഷ്ടിച്ചത്, അള്ളാഹു തന്നെയാണല്ലോ നരകവും സൃഷ്ടിച്ചത്. പക്ഷേ അള്ളാഹു നരകത്തെക്കുറിച്ച് അതിഭയാനകമായ രീതിയിൽ അള്ളാഹുവിൻ്റെ കലാമായ ഖുർആനിൽ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നാൽ വിശുദ്ധമായ ഖുർആനിലും അള്ളാഹുവിൻ്റെ പരിശുദ്ധ പ്രവാചകർ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലും ഒരുപാട് വർണ്ണനകൾ സുഖലോക സ്വർഗത്തെക്കുറിച്ച് എമ്പാടും പറയുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്, ഞാൻ ഇവിടെ പറയുന്നത്, ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അള്ളാഹുവാണ് സ്വർഗം സൃഷ്ടിച്ചത്, അള്ളാഹു തന്നെയാണ് നരകം സൃഷ്ടിക്കുന്നത്. പക്ഷേ അള്ളാഹു നരകത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി അള്ളാഹു ആരെയും അയച്ചിട്ടില്ല. എന്നാലോ സ്വർഗത്തിലേക്ക് കാലാകാലങ്ങളായി ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ആദ്യ പ്രവാചകൻ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ 1,24,000-ൽ പരം പ്രവാചകന്മാർ, അംബിയാ മുർസലുകൾ, ഹബീബായ ഖൈറുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള 1,24,000-ൽ പരം പ്രവാചകന്മാർ വന്നത് സ്വർഗത്തിലേക്ക് വിളിക്കാനാണ്, സ്വർഗത്തിലേക്ക് ക്ഷണിക്കാനാണ്. അള്ളാഹു നമ്മൾ രക്ഷപ്പെടണമെന്നാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത്, നമ്മൾ വിജയിക്കണമെന്നാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത്, നമ്മൾ പാപങ്ങളിൽ നിന്ന് മോചിതരാവണമെന്നാണ് അള്ളാഹു കൊതിക്കുന്നത്. അതിനുവേണ്ടിയാണ് എത്രയോ ആയത്തുകൾ, ഒരുപാട് ആയത്തുകൾ, അള്ളാഹു മഗ്ഫിറത്തിനെ സൂചിപ്പിക്കുന്ന ആയത്തുകൾ.
അള്ളാഹുവിന്റെ റഹ്മത്തിനെ സൂചിപ്പിക്കുന്ന ആയത്തുകൾ, ഇതൊക്കെ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1,24,000-ൽ പരം അംബിയ മുർസലുകള് സ്വർഗം പരിചയപ്പെടുത്താനും അള്ളാഹുവിന്റെ നരകം അതിഭീകരമാണ്, അതിലേക്ക് ചെന്നു പതിക്കുന്നത് വളരെ സൂക്ഷിക്കണം, കരുതണം എന്ന് ഓർമ്മപ്പെടുത്താനും അംബിയ മുർസലുകൾ വന്നു. എല്ലാത്തിന്റെയും ലക്ഷ്യം സ്വർഗത്തിലേക്ക്, അള്ളാഹുവിന്റെ റിളയിലേക്ക്, അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് അടുക്കുക എന്നതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ രക്ഷപ്പെടണമെന്ന് നമ്മളെക്കാൾ നമ്മുടെ റബ്ബ് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ വിജയിക്കണമെന്ന് നമ്മളെക്കാൾ നമ്മുടെ റബ്ബ് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ എല്ലാ നിലക്കും പ്രശ്നങ്ങളിൽ നിന്നും, പ്രതിസന്ധികളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും മോചിതരാവണമെന്ന് നമ്മുടെ റഹ്മാനായ റബ്ബ് നമ്മളെക്കാൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഓരോ വർഷവും പ്രത്യേക ആണ്ടർതികൾ ഉണ്ടാവാറുണ്ട്. ഈ ആണ്ടർതികളൊക്കെ വരുമ്പോ ചിലപ്പോ മുഹറം 9-ന്റെ നോമ്പിന്, മുഹറം 10-ന്റെ നോമ്പിന്, അതുപോലെ റജബിന് ഒന്ന് പ്രത്യേക നോമ്പ്, മിഅ്റാജിന്റെ നോമ്പുണ്ട്, അതുപോലെ തന്നെ ബറാഅത്തിന്റെ നോമ്പുണ്ട്, തിങ്കളാഴ്ച പ്രത്യേക നോമ്പുണ്ട്, വ്യാഴാഴ്ച പ്രത്യേക നോമ്പുണ്ട്, അതുപോലെ തന്നെ അയ്യാമുൽ ബീദിന്റെ നോമ്പുണ്ട്. ഇങ്ങനെയൊക്കെ ഓരോ പ്രത്യേകമായ അള്ളാഹുവിന്റെ വലിയ ഔദാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ നീട്ടിത്തരുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം, ചെറിയ കാര്യങ്ങൾക്ക് വലിയ പ്രതിഫലം അള്ളാഹു വാഗ്ദാനം ചെയ്ത്, ചെറിയ കാര്യങ്ങൾക്ക്, ഇത്തിരി കാര്യങ്ങൾക്ക് ഒത്തിരി പ്രതിഫലം അള്ളാഹു തന്നിട്ട് എങ്ങാനും ഈ ആളുകൾ, മനുഷ്യർ രക്ഷപ്പെടണമെന്ന് അള്ളാഹു ആഗ്രഹിക്കുക. നമ്മുടെ റബ്ബിന്റെ നമ്മോടുള്ള കാരുണ്യത്തിന്റെ അതിരില്ലാത്ത മഹാ അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട നല്ലവരായ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട നല്ലവരായ സ്നേഹനിധികളായ ഈ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റഹ്മത്ത്, ഇപ്പോ റഹ്മത്തിന്റെ 10 കഴിഞ്ഞു. നമ്മൾ അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന് ചൊല്ലാൻ തുടങ്ങി. ഇന്നലെ മഗ്‌രിബോട് കൂടി നമ്മൾ മാറ്റി ചൊല്ലാൻ തുടങ്ങി. അതുവരെ നമ്മൾ ചൊല്ലിരുന്നത് അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ, പടച്ചോനെ ഏറെ കരുണ ചെയ്യുന്ന റബ്ബേ ഞങ്ങളോട് കരുണ ചെയ്യണേ എന്ന്. എന്നാൽ ഈ 1-ാമത്തെ 10-ൽ നമ്മൾ റഹ്മത്തിനെ ചോദിക്കുന്നു, 2-ാമത്തെ 10-ൽ മഗ്ഫിറത്തിനെ ചോദിക്കുന്നു, 3-ാമത്തെ 10-ൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു ആഫിയത്തും സലാമത്തുള്ള ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ, ഐതുക്കും മിനന്നാർ നമുക്ക് പടച്ചോനോട് തേടണം. ഇതിന്റെയൊക്കെ മർമ്മ പ്രധാന ലക്ഷ്യം എന്താ? എല്ലാം അള്ളാഹുവിന്റെ കരുണയിൽ സംഗമിച്ചിരിക്കുക. എല്ലാം അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഭാഗമാണ് മഗ്ഫിറത്ത്, അള്ളാന്റെ റഹ്മത്തിന്റെ ഭാഗം മഗ്ഫിറത്ത്. ആരെങ്കിലും സഹിക്കോ? ഇത്രമാത്രം തെറ്റും കുറ്റവും ചെയ്തിട്ട് പൊറുക്കാൻ ആരെങ്കിലും കിട്ടുമോ? ഏതെങ്കിലും മുതലാളിയെ കിട്ടുമോ? ഏതെങ്കിലും ആളെ കിട്ടുമോ? മനുഷ്യരായ നമ്മൾക്കിടയിൽ എത്ര വലിയ ഔന്നത്യത്തിലും, എത്ര വലിയ പദവിയിലും, എത്ര വലിയ സ്ഥാനമാനങ്ങളിലും കഴിയുന്ന ആളുകളുണ്ട്. ആരെങ്കിലും വിട്ടുപുറത്തു തരുമോ? ആരെങ്കിലും വിടുതി ചെയ്യോ? പക്ഷേ ആകാശം മുട്ടുന്ന വിധത്തിൽ നിന്റെ അനാനി സമാഇ എന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് ഖൈറുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദ്ധരിക്കുന്ന മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന ഹദീസുണ്ട്. അവിടെ പറയുന്നത് അനാനി സമാഇ, ആകാശം മുട്ടെ നിന്റെ പാപങ്ങളുണ്ടെങ്കിലും പൊറുക്കാൻ ഞാൻ ഒരുക്കമാണെന്ന് നമ്മുടെ റബ്ബ് പറയാം. പൊറുക്കാൻ ഞാൻ തയ്യാറാണ്. നീ എന്ത് ചെയ്താൽ മതി? എന്നോട് നീ മഗ്ഫിറത്തിനെ തേടിയാൽ മതി, പാപമോചനം എന്നോട് നീ ആവശ്യപ്പെട്ടാൽ മതി. ഞാൻ പാപിയാണ് പടച്ചോനെ എന്ന ഒരു തോന്നലോടെ, പാപമോചിതരാവണമെന്ന വല്ലാത്ത അഭിവാഞ്ചയോടെ, അതിയായ കൊതിയോടെ, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വല്ലാത്ത പൂതിയോടെ, പടച്ചവനിലേക്ക് അടുക്കാനുള്ള വല്ലാത്ത മോഹത്തോടെ നമ്മൾ തീരുമാനിക്കുമ്പോൾ അള്ളാഹു അതിലേക്ക് എത്തുക. ഇവിടൊക്കെ അള്ളാഹുവിന്റെ റഹ്മത്ത് നോക്കൂ നിങ്ങൾ. അതിലേക്ക് വിശാലമായിട്ട് സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർളുഹാ കഅർളിസ് സമാഇ വൽ അർള്. സൂറത്തുൽ ഹദീദ് കാണാം. കരഞ്ഞു പോകൂലേ അത് വായിക്കുമ്പോൾ, അത് ഓതുമ്പോൾ, പാരായണം ചെയ്യുമ്പോൾ? സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, അള്ളാഹുവിന്റെ അതിവിശാലമായ സ്വർഗമുണ്ടല്ലോ, അള്ളാഹുവിന്റെ ഔദാര്യത്തിന്റെ അടയാളമായ മഗ്ഫിറത്തുണ്ടല്ലോ, അതിലേക്ക് മനുഷ്യരെ നിങ്ങൾ മുന്നോട്ട് വരണം, വേഗത്തിലാവണം. ഒരുപാട് സ്ഥലങ്ങളിൽ കാണാം ബാദിറൂ, ചില സ്ഥലങ്ങളിൽ കാണാം സാരിഊ. അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ വേഗമാക്കണേ, പെട്ടെന്നാക്കണേ എന്ന് എത്രയോ സ്ഥലങ്ങളിൽ അള്ളാഹു നമ്മോട് പറയുന്നു, എത്രയോ സ്ഥലങ്ങളിൽ അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നു. അല്ല, നമ്മൾ രക്ഷപ്പെടണമെന്ന് നമുക്ക് ആവശ്യമില്ലേ? അള്ളാഹ്ക്ക് നമ്മളെക്കാൾ ആവശ്യമാണ്. നമ്മൾ രക്ഷപ്പെടണമെന്ന് നമ്മുടെ റബ്ബിന് എത്രയോ ആവശ്യമാണ്. നരകം അള്ളാഹു സൃഷ്ടിച്ചതാ, പക്ഷേ ആ നരകത്തിലേക്ക് കുറച്ചാളുകൾ നരകത്തിലേക്കും വേണമെന്ന് അള്ളാഹുവിന് നിശ്ചയമല്ല.
കുറച്ചാളുകൾ എന്തായാലും ഞാൻ നരകം സൃഷ്ടിച്ചല്ലോ, കുറച്ചാൾ നരകത്തിലും കിടക്കട്ടെ എന്ന് അള്ളാഹു എനിക്ക് നിശ്ചയമല്ല. അതുകൊണ്ടാണ് ഇബ്ലീസുൽ ലഈന് ഞാന് മനുഷ്യരായ ബനി ആദം മനുഷ്യരുടെ മക്കളുടെ അവരുടെ അടുത്ത് റൂഹുള്ള കാലത്തോളം ലാ അബ്റഹു അവർ ശക്തമായി അള്ളാഹുവിന്റെ ജലാലത്തും അള്ളാഹുവിന്റെ ഇസ്സത്തും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇബ്ലീസ് പറയുന്നുണ്ട്. ജലാലിക വബി ഇസ്സതിക എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവോട് പറയുന്നുണ്ട്. ഇബ്ലീസ് സ്വർഗത്തിൽ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെട്ട ഇബ്ലീസുൽ ലഈന് പറയുന്നുണ്ട്, പുറത്താക്കപ്പെടുന്ന സന്ദർഭത്തിൽ പറയുന്നുണ്ട്, പടച്ചോനെ ആദമിന് റൂഹുള്ള സമയത്തോളം ഞാൻ അവരെ പിഴപ്പിച്ചുകൊണ്ടിരിക്കുന്നു പറയാം. അപ്പൊ അള്ളാഹു പറയാ, നീ പിഴപ്പിച്ചുകൊണ്ടിരുന്നാലും അവരെന്നോട് പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ ഞാൻ പുറത്തു കൊടുക്കാനും ഒരുക്കമാണ്. ഇബ്ലീസ് പിഴപ്പിച്ചുകൊണ്ടിരിക്കുന്നു പറയുമ്പോ അള്ളാഹു പറയണ്ട, ആ ആദമിന്റെ മക്കൾ എന്നോട് പൊറുക്കലിനെ തേടാൻ ഒരുക്കാണോ? എന്നോട് അവർ പൊറുക്കലിനെ തേടുന്നുണ്ടോ? എന്നാൽ അവർക്ക് ഞാൻ പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നത് മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. ഇവിടെ പറയുന്നത് ഇബ്ലീസ് വാശിയാണ്. മനുഷ്യനെ നന്മയിലേക്ക് തിരിയുന്ന മനുഷ്യനെ 70ഓളം പ്രാവശ്യം നന്മയിൽ നിന്ന് വേണ്ട, അത് പിന്നാക്കാം. നന്മയിലേക്ക് മുന്നിട്ടിറങ്ങുന്ന മനുഷ്യനെ അത് പിന്നാക്കടാ, അത് പിന്നെ ചെയ്യടാ, അല്ല അതിനേക്കാളും നല്ല ഇതാടാ എന്ന് പറഞ്ഞിട്ട് നല്ല കാര്യത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കാനും അവരെ മനസ്സ് മാറ്റാനും തെറ്റിക്കാനും ഇബ്ലീസ് 70ഓളം പ്രാവശ്യം പരിശ്രമിക്കുമെന്ന് മഹാന്മാരായ ആരിഫുകൾ പഠിപ്പിക്കുമ്പോ അതിൽ നിന്ന് കവചം ഉണ്ടാവണം, നമുക്ക് കാവലുണ്ടാവണം. അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ് കാവലുണ്ടാവുക. അള്ളാഹുവിന്റെ വലിയ കൃപ കൊണ്ട് മാത്രമാണ് രക്ഷ ഉണ്ടാവുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിന്റെ നമ്മൾ പറഞ്ഞു വന്നതിന്റെയൊക്കെ ചുരുക്കം എന്താണ്? അള്ളാഹുവിന്റെ വലിയ റഹ്മത്താണ് നമ്മൾ രക്ഷപ്പെടണം. നമ്മളെ റബ്ബ് ആഗ്രഹിക്കുക നമ്മൾ രക്ഷപ്പെടണം. നമ്മളെ റബ്ബിനെ അങ്ങനെ പോവുക. തെറ്റുകുറ്റങ്ങൾ നമുക്ക് എമ്പാടുണ്ട്. നമ്മളിവിടെ ചിന്തിക്കേണ്ടത് തെറ്റിന്റെ വൈപുല്യമോ തെറ്റിന്റെ വിശാലതയോ അല്ലെങ്കിൽ തെറ്റിന്റെ ആധിക്യമോ അല്ല. എന്റെ റബ്ബ് പൊറുക്കുന്നവനാണ് എന്നുള്ള ആ ഒരു ചിന്ത. എന്റെ റബ്ബ് പൊറുക്കുന്നവനാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി. അള്ളാഹുവിനക്ക് ഒരുപാട് പേരുണ്ട്. ഗഫൂർ പടച്ചോന്റെ പേരാ, ഗഫാർ പടച്ചോന്റെ പേരാ. ഗഫാർ എന്ന് പറഞ്ഞാൽ നല്ലോണം പൊറുക്കുന്നവെന്നാ. മനുഷ്യരെ കിട്ടില്ലല്ലോ. നമ്മൾ ചില ആളുകൾ പറയാറില്ലേ, ചില ആളുകൾ ചില വർത്തമാനം പറഞ്ഞാൽ അല്ലെങ്കിൽ ചിലരോട് അവർക്ക് ഇഷ്ടപ്പെടാത്തത് പറയുകയോ ചെയ്യുകയോ ചെയ്താൽ അവർ പറയലില്ലേ, മരിച്ചാലും പൊറുക്കൂല. നമ്മളിടയിലെ ചില വർത്താനാണത്. മരിച്ചാലും പൊറുക്കൂല. അവർ പറയണ വർത്താന, എന്നോട് ചെയ്ത കാര്യം എനിക്ക് സഹിക്കാൻ കഴിയില്ല, അതെനിക്ക് മറക്കാൻ പറ്റൂല, ഞാൻ മരിച്ചാലും പൊറുക്കൂല എന്ന് നമ്മുടെ കൂടെ സഹവസിക്കുന്ന നമ്മുടെ ആളുകളോട് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. അല്ലെങ്കിൽ അവരെ കുറിച്ച് നമ്മൾ മറ്റവരോട് പറയും. എന്നാലോ ഈ നമ്മുടെ കൂടെ നമ്മളെപ്പോലെ ജീവിക്കുന്ന ഭൂമിയിലെ മനുഷ്യനോട് മരിച്ചാലും പൊറുക്കൂല എന്ന് പറയുമ്പോൾ നമ്മുടെ റബ്ബ് എവിടെയാ? നമ്മുടെ റബ്ബിനോട് നമ്മൾ എപ്പോഴും ചോദിക്കുക. എല്ലാ നിസ്കാരത്തിലും നമ്മൾ പറയാ, അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅലൻതു. എന്തൊക്കെയാ നമുക്ക് പറയാനുള്ളത്? പഠിച്ചവനെ മുമ്പ് ചെയ്തത്, പിന്നെ ചെയ്തത്, ഞങ്ങൾ രഹസ്യമാക്കി ചെയ്തത്, പരസ്യമാക്കി ചെയ്തത് എല്ലാം അള്ളാഹിനോടല്ലേ ചോദിക്കാനുള്ളത്. അള്ളാഹുവോട് നമ്മളെല്ലാം ചോദിക്കുന്നു, മഗ്ഫിറത്തിന് ചോദിക്കുന്നു. പടച്ചോനായാലോ മനുഷ്യരായ നമ്മുടെ കൂടെ ഉള്ള ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്യാനും പുറത്തു കൊടുക്കാനും നമ്മൾ തയ്യാറാണ്. വിഷയത്തിന്റെ മറ്റൊരു വശം ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമ്മൾ വരാം. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഗ്ഫിറത്തിന്റെ വലിയ ഒരു ആഴം അത് വളരെ വിശാലമാണ്. ഞാൻ പറഞ്ഞത് അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അള്ളാഹു റഹ്മാനാണ്, റഹീമാണ്. നമ്മൾ ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം ആ റഹ്മാൻ എന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം. റഹ്മാൻ എന്നത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്. ഈ റഹ്മാൻ റഹീം അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ 100 അംശത്തിൽ ഒരു അംശം മാത്രമാണ് ദുനിയാവിലേക്ക് അള്ളാഹു വെച്ചത്. ഹബീബായ മുത്ത് ത്വഹ റസൂലുള്ളാഹി പഠിപ്പിക്കുന്നുണ്ട്, ഒരു ഭാഗം അള്ളാഹുവിന്റെ കാരുണ്യത്തെ 100 ഭാഗമാക്കി കഴിഞ്ഞാൽ ആ 100-ലെ ഒരു ഭാഗമാണ് അള്ളാഹു ദുനിയാവിലേക്ക് നിശ്ചയിച്ചത്. ബാക്കി 99 നാളെ പരലോകത്തേക്കാണ്. അവിടെയാണ് ഈ പൊറുക്കലും എല്ലാം മറക്കലും എല്ലാം വിട്ടുവീഴ്ച തരലും സ്വർഗം ഉറപ്പാക്കലും സിറാത്ത് വേഗമാക്കലും ഹിസാബ് വേഗമാക്കലും നമ്മളെ രക്ഷപ്പെടുത്തലും അള്ളാഹുവിന്റെ വലിയ മഗ്ഫിറത്ത് റഹ്മത്തായി നമുക്ക് അനുഭവമാകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. പൊന്നു മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട നല്ല സഹോദരങ്ങളെ, നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിനെ മനസ്സിലാക്കാം.
അള്ളാഹു, ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹു റഹ്മാനാണ്, റഹീമാണ്, ഗഫൂറാണ്, ഗഫാറാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽപ്പെട്ടതാണ് ഈ മഗ്ഫിറത്ത്. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽപ്പെട്ടതാണ് ഈ മഗ്ഫിറത്ത്. മുത്ത് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നുണ്ട്. ഈ കാരുണ്യം ഒരംശത്തെ കുറിച്ച് പറയാണ്. ഒട്ടകത്തിന്റെ അകിട്ടിലേക്ക് കുഞ്ഞൊട്ടകം പാല് കുടിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോ ആ തള്ളയൊട്ടകം കാലൊന്ന് വിടർത്തിയിട്ട് അകിടിലേക്ക് പാല് കുടിക്കാൻ സൗകര്യപ്പെടുത്തി കൊടുക്കുന്നത് റഹ്മത്തും മിർ റബ്ബി, എന്റെ റബ്ബിന്റെ കാരുണ്യമാണെന്ന് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുക. ചില്ലറ വിഷയമല്ല. ഉമ്മയുടെ തള്ളയാടിന്റെ അകിടിലേക്ക് കുഞ്ഞാട് ചാടിക്കളിച്ചിട്ട് ഓടി വരും പാല് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ തള്ളയാട് സൗകര്യപ്പെടുത്തും. ശല്യം പ്രകടിപ്പിക്കൂലല്ലോ, നീരസം പ്രകടിപ്പിക്കൂലല്ലോ, വിരസത പ്രകടിപ്പിക്കൂലല്ലോ. ഏതെങ്കിലും ഉമ്മ അങ്ങനെ ചെയ്യോ? മനുഷ്യർ ചെയ്യുമോ? ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് പോലും അള്ളാഹുവിന്റെ മഹത്തായ റഹ്മത്തിൽപ്പെട്ടതാണ്. ആ റഹ്മത്താണെങ്കിലോ ഒരു ഭാഗം, ഒറ്റ 100ൽ ഒരംശം. എന്നാൽ ഈ ബാക്കി 99 കിടക്കുന്നത് നാളെ പരലോകത്തേക്കാണ്, നാളെ ആഖിറത്തിലേക്കാണ്. ബാക്കി 99 അതിനെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. റഹ്മാൻ എന്നത് ദുനിയാവിലെ അള്ളാഹുവിന്റെ 1% റഹ്മത്തിനെ പ്രതിനിധീകരിക്കുമ്പോൾ, രണ്ടാമത്തെ റഹീം എന്ന വാക്ക് അള്ളാഹുവിന്റെ 99% റഹ്മത്തിനെ പ്രതിനിധീകരിക്കുന്ന പേരാ. അതിന്റെ അകത്ത് ഉൾക്കൊള്ളണം, നമ്മൾ മനസ്സിലാക്കണം. ഗഫൂർ, ഗഫാർ, പടച്ചോൻ നല്ല പൊറുക്കുന്നവനാണ്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, ഏറെ കരുണ ചെയ്യുന്നവനായ നമ്മുടെ റബ്ബ്. അപ്പൊ നമ്മളെ റബ്ബ് നല്ലോണം പൊറുക്കുന്നവനാണ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഇനി ചിന്തിക്കേണ്ടതാണ്, നമുക്ക് പാപമോചനം തരാൻ നമ്മുടെ റബ്ബ് ഏറെ തയ്യാറാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് നമ്മൾ പൊറുക്കലിനെ ചോദിക്കാൻ ഒരുക്കമുണ്ടോ എന്നാ തിരിച്ചറിയുന്നത്. നമ്മൾ പൊറുക്കലിനെ തേടാൻ ചോദിക്കാൻ ഒരുക്കമുണ്ടോ എന്ന്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, മഹാത്മാക്കളൊക്കെ നമുക്ക് കാണിച്ചു തന്ന ജീവിതം വല്ലാത്തൊരു ജീവിതം. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ എപ്പോഴും പാടുന്ന ഒരു പാട്ടാണ്. മഹാനവറുകൾ എപ്പോഴും പാടുന്ന ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി ഇന്നക ഗാഫിറുൽ ദംബിൽ അലീം. പടച്ചോനെ, വണ്ണമായ വലിയ വലിയ പാപങ്ങളൊക്കെ പൊറുക്കുന്ന പടച്ചോനെ, എനിക്ക് നീ പുറത്തു തരണേ. മഹാനായ സിദ്ദീഖ് തങ്ങൾ പറയാ, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല. പടച്ചോനെ, ഞാൻ നിന്റെ ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തിന് അർഹനൊന്നുമില്ല. വലാ അഖ്വാ അലാ നാരിൽ ജഹീമി, അഥവാ ഞാൻ ചെയ്ത നന്മകൾ കാരണം എനിക്ക് നിന്റെ ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തിന് ഞാൻ യോഗ്യനൊന്നുമല്ല, അർഹനൊന്നുമല്ല. പക്ഷേ ഞാനാണെങ്കിലോ നരകം സഹിക്കാൻ എനിക്ക് കഴിയൂല. വലാ അഖ്വാ അലാ നാരിൽ ജഹീമി, നിന്റെ നരകം, കത്തിയാളുന്ന നരകത്തെ സഹിക്കാൻ എനിക്ക് കഴിയൂല പടച്ചോനെ. എന്നിട്ട് മഹാനായ സിദ്ദീഖ് തങ്ങൾ പറയാ, ഫഹബ്ലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി, അതുകൊണ്ട് പടച്ചോനെ, നീ പുറത്തു കൊണ്ട് നിന്റെ ഓശാരമായി നീ മഗ്ഫിറത്ത് കൊണ്ട് പുറത്തു തരണേ അല്ലാഹ്. ഫഇന്നക ഗാഫിറുൽ ദംബിൽ അലീം, നീ വണ്ണമായ വലിയ വലിയ പാപങ്ങൾ പൊറുക്കുന്നവനാണല്ലോ, എനിക്കും നീ പുറത്തു തരണേ അല്ലാഹ്. ആരാണിത് പറയുന്നത്? നമ്മൾ ചിന്തിക്കണം. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ വലങ്കയ്യ. സൗറന്ന ഗുഹയിൽ പണ്ട് സന്മാർഗ തേരുകൾ 2, സ്നേഹത്തിൻ ഇണകൾ 2ആയി അള്ളാഹുവിന്റെ റസൂലും സിദ്ദീഖ് തങ്ങളുമാണല്ലോ. അള്ളാഹ് അവിടെ ഉണ്ടായിരുന്നത്, സൗറന്ന ഗുഹയിൽ ഉണ്ടായിരുന്നത്. ആ മഹാനായ സിദ്ദീഖ് തങ്ങളെ കുറിച്ച് അബൂബക്കറും ഫിൽ ജന്ന, സിദ്ദീഖ് തങ്ങൾ സ്വർഗത്തിലാണെന്ന് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറഞ്ഞത്. അവര് പേടിച്ചു, ബേജാറോടെ ജീവിച്ചു. ഉമർ തങ്ങളെ കുറിച്ച് ഉമറും ഫിൽ ജന്ന പറഞ്ഞു, പക്ഷേ അവർ ബേജാറോടെ ജീവിച്ചു. ഉസ്മാൻ തങ്ങളെ കുറിച്ച് പറഞ്ഞു, ഉസ്മാനും ഫിൽ ജന്ന, ഉസ്മാൻ സ്വർഗത്തിലാണ്. അശറത്തുൽ മുബശ്ശറ ഉണ്ടല്ലോ, സ്വർഗം കൊണ്ട് ഉറപ്പിന്റെ വാർത്ത കിട്ടിയ 10 പേർ, അവരൊക്കെയും വലിയ ബേജാറോടെ ജീവിച്ചു. മഹാത്മാക്കളായ സ്വഹാബത്ത്, താബിഉകൾ, ഇമാംമാർ, മശായിഖന്മാര്, അല്ലാഹുവിന്റെ ഔലിയാക്കളായ ആരിഫ്യങ്ങളായ മഹത്തുക്കൾ, മഹാന്മാർ, അവരൊക്കെ വലിയ ബേജാറോടെ ജീവിച്ചു. എന്താ നമ്മുടെ അവിടെയൊക്കെ ലക്ഷ്യം എന്താ അറിയോ? നമ്മൾ നന്മ ചെയ്ത ആളുകൾ തന്നെ, അഥവാ വേണ്ടുവോളം നന്മ അധികരിപ്പിച്ച ആളുകൾ തന്നെ വലിയ സങ്കടത്തോടെയും വിഷമത്തോടെയും ബേജാറോടെയും ജീവിച്ചിട്ടുണ്ടെങ്കിൽ
നമ്മൾ എത്രത്തോളം നന്മ ചെയ്യുന്നു, നന്മയാണോ തിന്മയാണോ നമ്മിൽ നിന്ന് കൂടുതൽ സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് ആലോചിച്ചാൽ മതിയല്ലോ. എന്നിട്ട് നമ്മൾ ചിന്തിക്കുക, നന്മ മാത്രം ചെയ്യാൻ ജീവിതത്തിന്റെ രാവും പകലും ഉറക്കും ഉണർവും എല്ലാ സമയത്തും പരിശ്രമിച്ച മഹാന്മാരായ സ്വഹാബത്തും താബികളും മഹാത്മാക്കളായ മശായിഖന്മാരും അവരൊക്കെ വലിയ ബേജാറോടെ അള്ളാന്റെ പൊരുത്തം കിട്ടാനും അള്ളാന്റെ പ്രീതി കിട്ടാനും അവർ ജീവിതത്തിൽ വലിയ ത്യാഗം ചെയ്തിട്ടുണ്ടെങ്കിൽ രാവും പകല് വ്യത്യാസമില്ലാതെ സുജൂദ് അധികരിപ്പിക്കാനും ദിക്ർ അധികരിപ്പിക്കാനും ശുക്രിലായി കഴിയാനും അവർ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ മർമ്മപ്രധാനമായ ലക്ഷ്യം എന്താ അറിയോ? അള്ളാഹിന്റെ റഹ്മത്തിലേക്ക്, അള്ളാഹുവിന്റെ നിലയിലേക്ക്, അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് നമ്മൾ അടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും നിർബന്ധിതരാണല്ലോ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നിരാശപ്പെടാൻ പറ്റില്ല. തെറ്റുകുറ്റങ്ങളുടെ വൈപുല്യമോ അതിന്റെ ആധിക്യമോ നമ്മളെ തളർത്താൻ പറ്റില്ല. ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ തെറ്റ് ചെയ്ത ആള് എങ്ങനെയാ പടച്ചോനോട് അല്ലാഹു മഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന് പറയാ? പടച്ചോനെ എനിക്ക് ഞാനെങ്ങനെയാ അള്ളാഹിനോട് പൊറുക്കലിനെ തേടുക എന്ന് ഞാൻ എങ്ങനെയാ ചോദിക്കുക എന്ന് ചിന്തിക്കലല്ല അവിടെ വിഷയം. നമ്മുടെ റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കുക. നമ്മുടെ റബ്ബ് പൊറുക്കുന്നവനാണ്, ഏറെ പൊറുക്കുന്നവനാണ്. അപ്പൊ നമ്മൾ പൊറുക്കലിനെ തേടിയാൽ മതി. നമ്മൾ പൊറുക്കലിനെ തേടിയാൽ അവൻ നേരത്തെ പറഞ്ഞല്ലോ, ആകാശമുട്ടേ പാപം നിനക്കുണ്ടെങ്കിലും പൊറുക്കാൻ ഞാൻ ഒരുക്കമാണ്, ആകാശ ഭൂമിയോളം ഞാൻ തയ്യാറാണെന്ന് നമ്മുടെ റബ്ബ് പറയുമ്പോൾ അള്ളാഹുവിന്റെ മഹത്തായ കൃപയാ. അതുകൊണ്ട് പ്രിയപ്പെട്ട നല്ലവരായ സഹോദരങ്ങളെ, ഈ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സ്നേഹനിധികളായ ഉമ്മമാര്, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് റഹ്മത്തിന്റെ 10 കഴിഞ്ഞു, മഗ്ഫിറത്തിന്റെ 10ആണ്. ഈ മഗ്ഫിറത്തിന്റെ 10 വേണ്ടുവോളം അള്ളാഹുവോട് നമ്മൾ മഗ്ഫിറത്തിന് തേടുക. അഥവാ പരമാവധി നമ്മൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. പരമാവധി അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ, അള്ളാഹുവോട് അധികരിപ്പിക്കുക. അള്ളാഹുവോട് പാപമോചനം നമ്മൾ തേടുക. ഏറ്റവും ചുരുങ്ങിയത് അള്ളാന്റെ റസൂല് ഒരു തെറ്റും ചെയ്യാത്ത, അള്ളാന്റെ തെറ്റിനെ കുറിച്ച് ചിന്തിക്കുകയോ കാണുകയോ കേൾക്കുകയോ പറയുകയോ ആലോചിക്കുകയോ പോലും ചെയ്യാത്ത, മനസ്സിൽ അതിനെക്കുറിച്ചൊരു മുട്ടിടുക പോലും ചെയ്യാത്ത അള്ളാന്റെ റസൂല് 100ഓളം പ്രാവശ്യം ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? തെറ്റ് ചെയ്തവർക്ക് മാത്രമല്ല, തെറ്റ് ചെയ്തവർ നമ്മളിങ്ങനെ ചിന്തിക്കും, ഞാനതിന് മാത്രം, ചിലവർ ചിന്തിക്കുക അങ്ങനെയാ, ഞാനതിന് മാത്രം തെറ്റോ ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാപ്പോ മഗ്ഫിറത്തിനെ തേടുന്നത് എന്ന് ചിലപ്പോൾ ചില ആളുകൾ അങ്ങനെ എങ്ങാനും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, വിവരദോഷം കൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് അബദ്ധമാണ്, തിരിച്ചറിയണം. കാരണം എല്ലാ വെള്ളം കുടിക്കുന്നവരും ഉപ്പ് കഴിച്ചവരല്ലല്ലോ. ഉപ്പ് കഴിച്ചവന് വെള്ളം കുടിക്കും, അത് ശരിയാ. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുന്നു, ശരിയാ. പക്ഷേ വെള്ളം കുടിക്കുന്നവർ മുഴുവനും ഉപ്പ് തിന്നവരാണെന്ന് പറയാൻ പറ്റൂ? മഗ്ഫിറത്തിനെ തേടുന്നവര്, മഗ്ഫിറത്തിനെ പാപം ചെയ്തവർ പൊറുക്കലിനെ തേടും, ശരിയാ. പക്ഷേ പൊറുക്കലിനെ തേടുന്നവർ മുഴുവനും പാപികളാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പൊരുത്തം നേടാന്, അള്ളാഹുവിന്റെ തൃപ്തി നേടാന് നമുക്ക് ഏറ്റവും വലിയ ആവശ്യമാണ് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്നതിലൂടെ നമ്മൾ അടിമയാണ്, ഉടമയായ റബ്ബുണ്ട് എന്നുള്ളൊരു വലിയൊരു അംഗീകാരം അവിടെ നടക്കുന്നുണ്ട്, വലിയൊരു സമ്മതം അവിടെ നടക്കുന്നുണ്ട്. അള്ളാഹ്ക്ക് അനുവദിച്ചു കൊടുക്കുക, അള്ളാഹുവിന്റെ ആ മേലാധിപത്യം അള്ളാഹ്ക്ക് അനുവദിച്ചു കൊടുക്കണം. ആ സമ്മതവും അനുവാദവും നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നു, സമ്മതിച്ചു കൊടുക്കുന്നു. ഞാൻ നിന്റെ സാധുവായ അടിമയാണെന്ന ആ ഒരു സമ്മതവും അള്ളാഹു എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അതിനു വേണ്ടിയാണ് മഹാനായ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിന്റെ വളരെ വിശാലമായ ജീവിതത്തിന്റെ വളരെ മാതൃക നിറഞ്ഞ ചരിത്രമുണ്ട്, ഒരുപാടുണ്ട്. മഹാനവറുകൾ അലി സൈനുൽ ആബിദീൻ തങ്ങളെ അവരെ കുറിച്ച് സ്വയം മഹാനവറുകൾ പരിചയപ്പെടുത്തിയത് ഉബൈദുല്ലാഹ്, ഞാൻ അള്ളാന്റെ ചെറിയ അടിമയാണെന്ന് വിനയത്തോടെ മഹാനവറുകൾ പറയുമ്പോഴും എല്ലാ സമയത്തും വുദു എടുക്കുമ്പോൾ മഹാനവറുകൾ ബേജാറോടെ അങ്ങനെ വിറച്ചു പോകും. ആളുകൾ ചോദിക്കും, എന്താ നിങ്ങൾ ഇങ്ങനെ വിറക്കുന്നത്? അപ്പൊ മഹാനവറുകൾ ബേജാറോടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ആളുകൾ ചോദിക്കുമ്പോൾ മഹാനവറുകൾ പറയും, ഞാൻ ഇങ്ങനെ വുദു എടുത്തിട്ട് പിന്നെ ഞാൻ പോകുന്നത് അള്ളാഹുവിനോടുള്ള മുനാജാത്തിലേക്കാണല്ലോ, അള്ളാഹുവെ അഭിമുഖീകരിക്കാനാണല്ലോ. അത് ആലോചിച്ചിട്ട് വലിയ വിഷമാണ്, അത് ആലോചിച്ചിട്ട് എൻ്റെ മനസ്സിങ്ങനെ കിടുകിടാ വിറക്കാണ് എന്ന് മഹാനവറുകൾ പറയാം. ഇനിയോ ഈ നിസ്കാരത്തിലേക്ക് മഹാനവറുകൾ എത്തിക്കഴിഞ്ഞാലോ, നിസ്കാരത്തിലേക്ക് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ ആ സമയം മുതൽ വെന്ത മാംസത്തിന്റെ ഗന്ധം പരിസരമാകെ പരക്കുമായിരുന്നു അത്ര. താരിഖിന്റെ കിതാബുകളിൽ കാണാം അലി സൈനുൽ ആബിദീൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലു ബൈത്തിന്റെ വേരും അതിന്റെ ചൂരും അതിന്റെ പാരമ്പര്യവും പ്രൗഢിയോടെ നിലനിർത്താൻ ജീവിതത്തിൽ തിളക്കമുള്ള വലിയ പാഠങ്ങൾ സമർപ്പിച്ച് കടന്നുപോയ വലിയ മഹാനായ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. വലിയ മശായിഖന്മാരിലെ വലിയ തലവനാണ്, ആരിഫീങ്ങളുടെ വലിയ ഏറ്റവും മുന്നിലുള്ള ആളാണ് മഹാനവറുകൾ.
അള്ളാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. അള്ളാഹു സ്വർഗത്തിൽ അവരുടെ കൂടെ കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞത് മഹാനവറുകൾ ഇത്രയും നിസ്കരിക്കുമ്പോഴും വുദു എടുക്കുമ്പോഴും അതുപോലെ ഒരുപാട് നന്മകൾ ചെയ്യുമ്പോഴൊക്കെ അത്രമാത്രം ജാഗ്രതയോടെ മനസ്സിലുണ്ടായിരുന്ന ആള് സ്വയം പരിചയപ്പെടുത്തിയത് പഠിച്ചോന്റെ ചെറിയൊരടിമ, വിനയം, താഴ്മ. അപ്പൊ നമ്മൾ എത്ര ഉയർന്നാലും അള്ളാഹുവാണ് എൻ്റെ അടിമ എന്ന ആ ഒരു വലിയ ഉന്നതമായ ബോധത്തിലൂടെ ഉയർച്ചയിലേക്കും അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്കും എത്താൻ നമുക്ക് സാധിക്കണം. അതിലൂടെയാണ് മഹാന്മാരൊക്കെ എത്തിയത്. അതിലേക്ക് മഹാന്മാരെത്താൻ വേണ്ടിയാണ് ഈ താഴ്മയും ഈ വലിയ വലിയ വിനയവും അവർ പ്രകടിപ്പിച്ചത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് നമ്മളെല്ലാവരും ഈ റമദാൻ സാക്ഷി നമുക്ക് അള്ളാഹുവിന്റെ വലിയ കരുണ കൊണ്ട് ലോകമാകെ ഭീതിയോടെ കഴിയുമ്പോഴും ലക്ഷക്കണക്കിന് മനുഷ്യന്മാര് ഭീകരമായ മഹാമാരി പിടിപെട്ട് മരണപ്പെടുമ്പോഴും നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ ഭീതിയോടെ കഴിയുമ്പോഴും ആശ്വാസത്തോടെ റമദാൻ നമ്മൾ എതിരേൽക്കുമ്പോൾ പള്ളിയിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല, പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുക്കാൻ കഴിയില്ല. പക്ഷേ അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയൊക്കെ ഒരുപാട് നന്മയുടെ സംഗമങ്ങൾ നമുക്ക് തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിലും മുഅ്മിനീങ്ങളായ നമ്മൾ പ്രതീക്ഷയോടെ അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് ആ തവക്കുലിന്റെ തീർപ്പ് നമുക്കുണ്ടാവണം, തീരുമാനം നമുക്കുണ്ടാവണം. ഞാൻ പറഞ്ഞത് നമുക്ക് അള്ളാഹുവിലുള്ള ഒരു പ്രതീക്ഷ എന്താ, നമുക്ക് അള്ളാഹു തന്നല്ലോ, എന്തായാലും റമദാനിലേക്ക് അള്ളാഹു നമ്മളെ ആയുസ് അനുവദിച്ചു തന്നല്ലോ. റജബ് മുതൽ നമ്മൾ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ. അങ്ങനെ പടച്ചവനോട് റമദാനിലേക്ക് നീ എത്തിച്ചു തരണേ എന്ന് പറഞ്ഞിട്ട് റമദാനിലേക്ക് പടച്ചവൻ നമ്മൾ എത്തിച്ചു തന്നല്ലോ. റഹ്മത്തിന്റെ 10 കഴിഞ്ഞു, മഗ്ഫിറത്തിന്റെ 10 നമ്മൾ എത്തിയിരിക്കുക. വേണ്ടുവോളം ഇസ്തിഗ്ഫാർ നമ്മൾ അധികരിപ്പിക്കുക. വേണ്ടുവോളം, എത്ര എണ്ണമില്ല, പരമാവധി അത് അധികരിപ്പിക്കുന്നുണ്ട് നമുക്കാ നേട്ടം. നമ്മൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്നുണ്ട് നമുക്കാ നേട്ടം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മൻ ലസിമൽ ഇസ്തിഗ്ഫാർ من لزم الاستغفار جعل الله من كل ضيق مخرجا ومن كل هم فرجا ويرزقه من حيث لا يحتسب. ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളെല്ലാവരും ഈ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കേട്ട ഈ നന്മയുടെ സന്ദേശം കേൾക്കാത്തവരിലേക്ക് നമ്മൾ വ്യാപിപ്പിക്കണം. അവരിലേക്ക് നമ്മൾ ഈ സന്ദേശം എത്തിക്കണം. എല്ലാവരും അറിയുന്നവർ അറിയാത്തവരിലേക്ക് എത്തിക്കണമെന്ന ആ വലിയൊരു നന്മയുടെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഈ പാപമോചനത്തിന്റെ ഏറ്റവും നല്ല ഈ സന്ദേശം നമ്മൾ നമ്മുടെ സഹോദരങ്ങളിലേക്ക് പകരണം. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചെന്നൊരു ഹദീസ് ഉണ്ട്. ഇതൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മൻ ലസിമൽ ഇസ്തിഗ്ഫാറ, ആരെങ്കിലും ഇസ്തിഗ്ഫാർ അഥവാ അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന ഇസ്തിഗ്ഫാർ ആരെങ്കിലും നിർബന്ധത്തോടെ ജീവിതത്തിൽ പുലർത്തിക്കൊണ്ടു പോന്നാൽ, അഥവാ ഇസ്തിഗ്ഫാർ നിർബന്ധമായി നിരന്തരമായി അവർ ചൊല്ലാൻ തീരുമാനിച്ചാൽ, ചൊല്ലിയാൽ എന്താ സംഭവിക്കുക? അല്ലാഹുവിന്റെ റസൂൽ പറയാം, മല്ലസിമൽ ഇസ്തിഗ്ഫാറ ജഅലല്ലാഹു മിൻ കുല്ലി ളീഖിൻ മഖ്റജാ ജഅലല്ലാഹു മിൻ കുല്ലി ളീഖിൻ മഖ്റജാ വമിൻ കുല്ലി ഹമ്മിൻ ഫറജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്ന ഈ കാര്യം നമുക്ക് നാളെ പാരത്രിക ലോകത്തും ഇന്ന് ഈ ലോകത്തും ജീവിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അഥവാ ജീവിക്കുന്ന കാലത്ത് ഇസ്സത്തോടെ ജീവിക്കാൻ, സലാമത്തോടെ റാഹത്തോടെ ജീവിക്കാൻ നമുക്ക് ആവശ്യമായതാണ് ഈ 3 കാര്യം. മാത്രവുമല്ല, ഈ 3 കാര്യം നമുക്ക് നേടിക്കഴിഞ്ഞാൽ, ഈ 3 കാര്യത്തോട് നമ്മൾ ജീവിക്കുമ്പോൾ ഉറപ്പായിട്ടും നാളെ പരലോകം ആഖിറം നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും. അഥവാ ദുനിയാവ് സേഫാണ്, ദുനിയാവ് സുരക്ഷിതമാണ്. നാളെ ആഖിറവും രക്ഷപ്പെടാൻ, ആഖിറവും അള്ളാഹുവിന്റെ മഹാ ഔദാര്യം കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കും, അള്ളാഹുവിന്റെ കാവൽ കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കും. അള്ളാഹു റസൂൽ പറഞ്ഞ എന്താ അറിയോ? മല്ലസിമൽ ഇസ്തിഗ്ഫാറ ജഅലല്ലാഹു മിൻ കുല്ലി ളീഖിൻ മഖ്റജ. അവനക്കുള്ള എല്ലാ വിഷമങ്ങൾക്കും അള്ളാഹു ഒരു പരിഹാരം നൽകും. ഒന്നാമത്തെ കാര്യം, ഒന്നാമത്തെ നേട്ടം, ജഅലല്ലാഹു മിൻ കുല്ലി ളീഖിൻ മഖ്റജ. അവന്റെ എല്ലാ ഇടുക്കത്തിൽ നിന്നും അള്ളാഹു എനിക്കൊരു വിശാലമായൊരു മോചനം നൽകും. എന്താ അത്? എന്തൊക്കെ വിഷമങ്ങൾ നമ്മുടെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, എന്തൊക്കെ പ്രയാസങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു വഴി ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കലും അത് നിർബന്ധത്തോടെ ജീവിതത്തിൽ കൊണ്ടു നടക്കലുമാണെന്ന് മുത്തുതോഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ. മാത്രമല്ല, ജഅലല്ലാഹു മിൻ കുല്ലി ളീഖിൻ മഖ്റജ വമിൻ കുല്ലി ഹമ്മിൻ ഫറജ. മനസ്സിൽ ഒരുപാട് സംഘർഷങ്ങൾ ഉണ്ടാവും, മനസ്സിലൊരുപാട് വിഷമങ്ങൾ ഉണ്ടാവും, മനസ്സിലൊരുപാട് ആദിയും വേദനയും ഉണ്ടാവും. അതൊക്കെ നീങ്ങിപ്പോവാനും കാരണമാണ് രണ്ടാമത്തേതാണ് വമിൻ കുല്ലി ഹമ്മിൻ ഫറജ. അവന്റെ മനസ്സിലുള്ള ഹമ്മ്, അവന്റെ മനസ്സിലുള്ള വിഷമങ്ങൾ, ആദികൾ അത് വിട്ടൊഴിയാൻ കാരണം രണ്ടാമത്തെ. മൂന്നാമത് റസൂലുള്ള പറയാ ജഅലല്ലാഹു മിൻ കുല്ലി ളീഖിൻ മഖ്റജ. മൂന്നാമത് റസൂലുള്ള പറയാ വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ്. അവൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ,
അവൻ കരുതാത്ത വഴിയിലൂടെ അള്ളാഹു അവനിക്ക് വേണ്ടത് എത്തിച്ചു കൊടുക്കുമെന്ന് മുത്തു ത്വാഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അവനിക്ക് വേണ്ടത് അള്ളാഹു എത്തിച്ചു കൊടുക്കും. എന്താ ഇവിടെ നിസ്സാര വിഷയമല്ല. നമ്മൾ വിചാരിക്കാത്ത മാർഗത്തിലൂടെ, നമ്മൾ കരുതിയിട്ട് പോലും ഉണ്ടാവില്ല, പക്ഷെ പടച്ചോൻ അത് നിറവേറ്റുന്നുണ്ടാവും. നമ്മൾ വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല, പക്ഷെ അത് സാധ്യമായിട്ടുണ്ടാവും. എന്താ അത്? മഹാനായ ഇമാമുൽ ഹറമൈൻ, മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവമുണ്ട്. താരിഖിന്റെ കിതാബുകളിൽ കാണാം. മഹാനവറുകൾ മക്കത്തുനിന്ന് മദീനത്തേക്ക് നടക്കുകയാണ്. മക്കത്തുനിന്ന് മഹാനവറുകൾ മദീനത്തേക്ക് പോവാം. മദീനത്തേക്ക് താരിഖിന്റെ കിതാബുകളിൽ രത്ന ചുരുക്കത്തോടു കൂടി ഞാനിത് പറഞ്ഞുതരാം, വളരെ ശ്രദ്ധയോടെ കേൾക്കണം. എന്താ മഹാനവറുകൾ പറയാൻ? മഹാനവറുകളുടെ താരിഖിൽ കാണാം, മഹാനവറുകൾ മക്കത്തുനിന്ന് മദീനത്തേക്ക് പോവാം. തോളിൽ ഭാണ്ഡമുണ്ട്. നടന്നാണ് യാത്ര. നടന്നിങ്ങനെ പോകുമ്പോ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ലക്ഷക്കണക്കിന് ഹദീസുകൾ മനപ്പാഠമാക്കിയ മഹാനായ സയ്യിദുനാ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് നടക്കുകയാണ്. നടന്ന് ക്ഷീണിച്ചു. പക്ഷെ എന്നാൽ ആരും ഇതാ ഇവിടെ ഇരുന്നോളൂ, ഇവിടെ വിശ്രമിച്ചോളൂ, അല്പം വെള്ളം കുടിച്ചോളൂ, കുറച്ച് ഇരുന്ന് വിശ്രമിച്ചിട്ട് ഒന്ന് ഇരുന്നിട്ട് പോയാൽ മതി എന്നൊന്നും ആരും പറഞ്ഞില്ല. എത്രയോ ആളുകളെ വഴിയിൽ കണ്ടു. ഒരുപാട് വഴിയിലൂടെ മഹാനവറുകൾ പോയി. മദീനയിലേക്ക് പോവുകയാണ്. നടന്നാണ് യാത്ര. ഇമാം മാലിക് തങ്ങളാണ്. കേൾക്കണേ. അങ്ങനെ നടന്നിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയി. ആ വഴി ഇങ്ങനെ പിന്നോട്ട് പോയപ്പോ ഒരുപാട് ആളുകളെ മഹാനവറുകൾ കണ്ടിട്ടുണ്ട്. ക്ഷീണിച്ച അവശനായെങ്കിലും ആരും പറഞ്ഞില്ല, നിങ്ങൾ വിശ്രമിച്ച് പോയിക്കോളി, വെള്ളം കുടിച്ച് പോയിക്കോളി, കുറച്ചേരം പണി ഇരുന്നോളി എന്നാരും പറഞ്ഞില്ല. പക്ഷെ കുറെ കഴിഞ്ഞപ്പോ, അല്പം കൂടി മുന്നോട്ട് പോയപ്പോ ഒരു ടെന്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഷെഡ്, ഒരു ഹൈമ. ആ ഷെഡിന്റെ ഉള്ളില് സാധുവായൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ കണ്ട പാടെ ഈ മനുഷ്യൻ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വല്ലാതെ ക്ഷീണിച്ചിരുന്നല്ലോ, അല്പം വിശ്രമിച്ചിട്ട് പോവാം. ഈ മനുഷ്യൻ പറയാം, അല്പം വിശ്രമിച്ചിട്ട് പോവാം. താരിഖിന്റെ കിതാബുകളിൽ കാണാം, ഇമാം മാലിക് തങ്ങൾ ഭാണ്ഡം അവിടെ താഴെ വെച്ചു. അവിടെ കിടന്നു, അവിടെ ഇരുന്നു. അവിടെ മഹാനവറുകൾ ആ ഭാണ്ഡം വെച്ചിട്ട് ഇങ്ങനെ മയങ്ങി മഹാനവറുകൾ കണ്ണു മയങ്ങിയിട്ട് പെട്ടെന്ന് മഹാനവറുകൾ ഉണർന്നപ്പം ഈ മനുഷ്യൻ, സാധുവായ മനുഷ്യൻ മാത്രമേ ഉള്ളൂ ഈ ഹൈമയിൽ, ഈ ടെന്റിലുള്ളത്. ഈ മനുഷ്യൻ ഒരു മൂലയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ ചുണ്ടിങ്ങനെ മന്ത്രിക്കുന്നുണ്ട്. ഈ മനുഷ്യൻ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഈ മനുഷ്യൻ ഇങ്ങനെ ചുണ്ടിങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. മഹാനായ ഇമാം മാലിക് തങ്ങൾ ചോദിച്ചു, അല്ല സഹോദരാ, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? നിങ്ങൾ ഇങ്ങനെ മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്? ഞാൻ വന്നപ്പോഴും നിങ്ങളുടെ ചുണ്ടിങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ ഇവിടെ നിന്ന് അല്പം മയങ്ങി, ഞാൻ കണ്ണുണർന്ന് നോക്കുമ്പോഴും നിങ്ങളുടെ ചുണ്ട് മന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. എന്താ നിങ്ങൾ ഇങ്ങനെ പറയണത്? അപ്പൊ മഹാനായ ഇമാം മാലിക് തങ്ങളോട് ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ മനുഷ്യൻ വാചാലനായി നിർത്തല്ല. ഈ മനുഷ്യൻ പറഞ്ഞു, ഈ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. ഇത്രയും കാലം എന്റെ ജീവിതത്തിനിടക്ക് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ ഞാൻ അധികരിപ്പിച്ചത് കാരണം എനിക്ക് എന്റെ റഹ്മാനായ റബ്ബ് എന്റെ ആവശ്യങ്ങൾ ഒരുപാട് നിറവേറ്റി തന്നിട്ടുണ്ട്. ഇനി എനിക്കൊരാവശ്യം, ഈ എന്റെ കഴിഞ്ഞ ജീവിതത്തിനിടയ്ക്ക് ഒരുപാട് ആവശ്യങ്ങൾ എന്റെ റബ്ബ് നിറവേറ്റി തന്നിട്ടുണ്ട്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ ഞാൻ അധികരിപ്പിച്ചപ്പോ മനസ്സറിഞ്ഞ് ഹൃദയമറിഞ്ഞ് അള്ളാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലാൻ നമ്മൾ ഒരുക്കമാവണം എന്നതിന്റെ വലിയ ബോധമാണ് ഇവിടെ നമ്മൾ സംഭരിക്കുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ മനുഷ്യൻ പറയാണ്, ഞാൻ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലിയപ്പോ എനിക്ക് കഴിഞ്ഞ കാലത്ത് ഒരുപാട് നേട്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചെല്ലുന്നത് എന്താണെന്നറിയോ? എനിക്കൊരു കാര്യം ലഭിക്കണം, ഒരു ലക്ഷ്യം എനിക്കുണ്ട്, ഒരു മോഹം. എന്താ മോഹം? ഞാൻ കേട്ടിട്ടുണ്ട് വലിയ മഹാനായ ഒരു പണ്ഡിതനെ കുറിച്ച്. വലിയ മഹാപണ്ഡിതനാണ്. ലക്ഷക്കണക്കിന് ഹദീസുകൾ മനപ്പാടമുള്ള, അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹദീസുകൾ മനപ്പാടമുള്ള മഹാനായ ഇമാം മാലിക് എന്ന ലോക പണ്ഡിതനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ മഹാനവറുകളെ ഞാൻ കണ്ടിട്ടില്ല. ഈ മനുഷ്യൻ പറയുന്നത് വളരെ സംഭവം. എന്താ പറയണത്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോടാണ് ഈ പറയണത്. പക്ഷേ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഈ മനുഷ്യൻ അറിയില്ല ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോടാണോ ഞാനിത് പറയണത്. എന്നിട്ടോ ഈ മനുഷ്യൻ പറയാണ്, വലിയ മഹാപണ്ഡിതനായ, ലോകം അറിയപ്പെട്ട എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ഹദീസുകൾ മനപ്പാടമുള്ള ഇമാം മാലിക് റളിയല്ലാഹു അൻഹു എന്ന വലിയ മഹാപണ്ഡിതനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ മനസ്സിൽ വലിയൊരു മോഹമുണ്ട്, പൂതിയുണ്ട്. എന്താണെന്നറിയോ? ഞാൻ മരിക്കുമ്പോ ആ വലിയ മഹാമനുഷ്യന്റെ മടിയിൽ കിടന്ന് മരിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടാവണമെന്ന്. ഈ മനുഷ്യൻ ഇമാം മാലിക് റളിയല്ലാഹുവിനോടാ പറയണത്. ഈ മനുഷ്യൻ അറിയൂല ഞാൻ പറയണത് ഇമാം മാലിക് തങ്ങളോടാണ്.
ആ മനുഷ്യൻ തന്റെ ആഗ്രഹം അതാണ്, അത് നിറവേറാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോ മഹാനായ ഇമാം മാലിക് തങ്ങൾ ഭാണ്ഡമൊന്ന് മാറ്റി കൊടുത്തിട്ട്, ഭാണ്ഡമൊന്ന് നീക്കി വെച്ചിട്ട് ഇമാം മാലിക് തങ്ങള് ആ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ എന്റെ ഈ മടിയിലേക്ക് കിടന്നോളി, ഇവിടെ വെച്ചോളൂ തല. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, താരിഖിന്റെ കിതാബുകളിൽ കാണാം, ഈ ഒരു സംഭവം നമ്മളൊന്ന് മനസ്സിലാക്കണേ. മനുഷ്യരെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ റഹ്മാനായ റബ്ബ്, അതിരില്ലാത്ത കാരുണ്യത്തിന്റെ ഉടമയായ നമ്മുടെ റബ്ബ്, ആ റബ്ബ് നമ്മൾ ആഗ്രഹിക്കാത്ത, നമ്മൾ വിചാരിക്കാത്ത വഴിയിലൂടെ, നമ്മൾ പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ നമുക്ക് വേണ്ടത് അല്ലാഹു എത്തിച്ചു തരുമെന്ന്, നമുക്ക് നേടാൻ സാധിക്കുമെന്ന് പഠിപ്പിച്ചത് ഹബീബായ ഖൈറുൽ വറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്, അള്ളാഹുവിന്റെ റസൂലിനെ പഠിപ്പിച്ചത്. അപ്പൊ വെറുതെ അല്ല ഞാൻ ഈ സംഭവം, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഈ താരിഖ്, ചരിത്രം ഞാൻ പറഞ്ഞു തന്നത് ഇത് വെറുതെ അല്ല, നമ്മുടെ ജീവിതത്തിൽ വലിയൊരു എവിഡൻസ്, വലിയൊരു തെളിവാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സമ്പത്താണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരോട്, പ്രിയപ്പെട്ട ഉമ്മമാരോട്, പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഈ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, ഇതിൽ നിന്ന് നന്മയുടെ കാമ്പ് ഉൾക്കൊണ്ട് ആ നന്മയുടെ കാമ്പ് ജീവിതത്തിലേക്ക്, ഹൃദയത്തിലേക്ക് ചേർത്തു പിടിക്കുന്ന ഓരോ കൂട്ടുകാരും, ഓരോ സഹോദരങ്ങളും, ഓരോ സഹോദരിമാരും പരസ്പരം മറ്റുള്ളവരിലേക്ക് കൈമാറാൻ, അയൽവാസികളിലേക്ക് കൈമാറാൻ, സഹോദരങ്ങളിലേക്ക് കൈമാറാൻ, കുടുംബങ്ങളിലേക്ക് എത്തിക്കാൻ ഇങ്ങനൊരു സന്ദേശം, നന്മയുടെ സന്ദേശം, ഇസ്തിഗ്ഫാറിന്റെ ഏറ്റവും സമ്പന്നമായ, ഏറ്റവും മഹനീയമായ, ഏറ്റവും ലാഭകരമായ സന്ദേശം നമ്മൾ വ്യാപിപ്പിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇതിനൊക്കെ വളരെ ഒരു വലിയൊരു കാര്യമാണ് ഇസ്തിഗ്ഫാർ നമ്മൾ അധികരിപ്പിക്കുക. മനസ്സറിഞ്ഞിട്ട് പടച്ചോണ്ട് അസ്തഗ്ഫിറുല്ലാഹ് അങ്ങനെ വെറുതെ ചൊല്ലല്ല, മനസ്സറിഞ്ഞിട്ട് പടച്ചോനെ മനസ്സിൽ കണ്ടിട്ട് അള്ളാഹുവെ കരുതിയിട്ട് അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചിട്ട് നമ്മൾ ചൊല്ലുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ ചൊല്ലാനും ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ഒരു കാര്യം, ഇതിന് വലിയൊരു തൗഫീഖ് കൂടിയുണ്ട്. ഞാൻ ഒറ്റ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. വലിയൊരു തൗഫീഖ് ഉണ്ട്. മഗ്ഫിറത്തിന്റെ 10, മഗ്ഫിറത്തിന്റെ 10ആണല്ലോ നമ്മളിപ്പോൾ നിലകൊള്ളുന്നത്. ഈ മഗ്ഫിറത്തിന്റെ 10 വളരെ പ്രധാനപ്പെട്ടതാണ് മഹാത്മാക്കളായ ബദരീങ്ങളെ കുറിച്ചുള്ള ചരിത്രം ഞാൻ പറയണില്ല. മഹാത്മാക്കളായ ബദരീങ്ങളെ കുറിച്ച് ചരിത്രം ഒന്നും പറയല്ല. ഇവിടെ അള്ളാഹുവിന്റെ അസലിയായ തീരുമാനമാണ്. എന്നും നടക്കാലോ, ബദർ യുദ്ധം എന്നും നടത്താലോ, ഏത് മാസവും നടക്കാലോ, എങ്ങനെ നടത്താലോ, പക്ഷേ അള്ളാഹു നടക്കണമെന്ന് തീരുമാനിച്ചത് അത് റമദാൻ മാസത്തിലും, അതുതന്നെ മഗ്ഫിറത്തിന്റെ 10. എന്താ ഇവിടെ മനസ്സിലാക്കേണ്ടത്? മഹാത്മാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്, അംബിയാക്കളുടെ ചരിത്രം നമ്മൾ പറയാം. അമ്പിയാക്കളുടെ ചരിത്രം നമ്മൾ വായിക്കുക, ഓർക്കുക ചെയ്യുന്നത് മൂസ നബിയുടെ, ഐസ നബിയുടെ, ഇബ്രാഹിം നബിയുടെ, യാക്കൂബ് നബിയുടെ, യൂസുഫ് നബിയുടെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രങ്ങൾ നമ്മൾ ഓർക്കുന്നതും പറയുന്നതും അനുസ്മരിക്കുന്നതും ഏറ്റവും ഉന്നതമായ സ്വാലിഹായ അമലാണ് ദിക്റുൽ അംബിയാഇ ഇബാദ. അത് അമലാണ്, ഇബാദത്താണ്. എന്നാലോ വദിക്റു സ്വാലിഹീന കഫാറ, സ്വാലിഹീങ്ങളെ കുറിച്ച് പറയുന്നതും ഓർക്കുന്നതും അനുസ്മരിക്കുന്നതും അത് പാപങ്ങളെ മോചിക്കാൻ, പാപങ്ങളെ കഴുകിക്കളയാൻ, ഹൃദയത്തെ ശുദ്ധമാക്കാൻ, പാപങ്ങളിൽ നിന്ന് മോചിതരാവാനുള്ള വഴിയാണെന്ന് മഹാത്മാക്കൾ പഠിപ്പിക്കുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ബദർ യുദ്ധം നടക്കുന്നത് റമദാൻ മാസത്തിലാണെന്ന് മാത്രമല്ല, മഗ്ഫിറത്തിന്റെ 10 പടിയിറങ്ങാൻ നേരത്താണ്. അഥവാ മഗ്ഫിറത്തിന്റെ 10 ഒരാൾക്ക് പാപമോചനം നടത്താൻ കഴിയുന്നില്ലെങ്കിൽ എന്താ അവസ്ഥ? അള്ളാഹു നമ്മളെ കാത്തുരക്ഷപ്പെടുത്തട്ടെ. അഥവാ ബദരീങ്ങളെ ഓർത്തിട്ടും ബദരീങ്ങളെ അനുസ്മരിച്ചിട്ടും അങ്ങനെ എങ്കിലും മനുഷ്യരെ നിങ്ങളുടെ പാപം പൊറുക്കാൻ സാധ്യമാവണമെന്നാണ്. സ്വാലിഹീങ്ങളെ കുറിച്ച് ഓർക്കുന്നതും പറയുന്നതും പാപം മോചിക്കാൻ, പാപമോചിതരാവാൻ, പാപം പൊറുപ്പിക്കാൻ കാരണമാണെന്ന് സ്വാലിഹീങ്ങൾ, മഹാത്മാക്കൾ, ആരിഫ്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ ബദരീങ്ങളെ കുറിച്ച് അനുസ്മരിച്ചിട്ട് മൗലൂദ് ഓതുക, ബദരീങ്ങളെ കുറിച്ച് നമ്മൾ പറയുക, ബദരീങ്ങളെ കുറിച്ച് കേൾക്കുക, അവർക്ക് യാസീനോദി ഹദിയ ചെയ്യുക. അങ്ങനെ അവരെ ഓർത്ത് അനുസ്മരിച്ചിട്ടെങ്കിലും മനുഷ്യരെ നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ സാധ്യമാവണമെന്നാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈ ലോക്ക്ഡൌണിന്റെ നീണ്ട ഈ ഒരു സമയത്തും, ഇങ്ങനെ ഒരു മഹാമാരിയുടെ ഭീതിയിൽ, ഇങ്ങനെ അനിശ്ചിതത്വത്തോടുകൂടി കാര്യങ്ങൾ നീണ്ടുപോകുന്ന സമയത്തും ഇൻഷാ അല്ലാഹ് വരുന്ന ഞായറാഴ്ച ബദരീങ്ങളെ ആണ്ട് നടക്കണം. ബദരീങ്ങളുടെ ആണ്ട് ഇൻഷാ അല്ലാഹ് റമദാൻ 17 വരുന്ന ഞായറാഴ്ചയാണ്. എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രമിക്കുന്നവരും അവരെ തുടർന്ന് ഈ സന്ദേശം ഉൾക്കൊള്ളുന്ന ആളുകളും എല്ലാവരും ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടത്, ഇൻഷാ അല്ലാഹ് നമ്മുടെ നാടുകളിലൊക്കെ വളരെ വ്യാപകമായി ബദരീങ്ങളുടെ ആണ്ട് റമദാൻ 17 ആഘോഷിച്ചിരുന്നു, നമ്മൾ ആചരിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് ഈ പ്രാവശ്യം അത്ര വിപുലമായ രീതിയിൽ വലിയ ആളുകൾ സംഗമിച്ചുകൊണ്ട് ഒരുപക്ഷെ സാധ്യമായില്ലെങ്കിലും മൗലിദ് സദസ്സ് നമ്മുടെ വീടുകളിൽ നടക്കട്ടെ. മൗലിദ് നമ്മുടെ വീടുകളിൽ ഓതട്ടെ. മജ്ലിസുൻ നൂർ ഓതാം, അതുപോലെ തന്നെ നമ്മളിപ്പോൾ മണ്ടേ ഓതി വരുന്ന ബദർ മൗലൂദ് ഉണ്ട്, അത് ഓതാം. അങ്ങനെയൊക്കെ ഓതിട്ട് അന്ന് ചീരിനൊക്കെ ഉണ്ടാക്കുക, വീടുകളിൽ നമ്മൾ ചീരുണ്ടാക്കുക. ബറാഅത്തിന്റെ അന്നൊരു ചീരിന ഉണ്ടാവുമല്ലോ, ബറാഅത്തിന്റെ അന്ന്
യാസീൻ ഓതും, ചീർണി ഉണ്ടാക്കും. ഇതേപോലെ ബദരീങ്ങളുടെ ആണ്ട് നമുക്ക് പള്ളികളിൽ വെച്ച് വിപുലമായി നടത്താനോ മദ്രസകളിൽ വിപുലമായി നടത്താനോ നാട്ടിന്റെ പ്രധാന കേന്ദ്രങ്ങളെ ചുറ്റിപ്പറ്റി വിപുലമായി നടത്താനോ നമുക്ക് ഇപ്രാവശ്യം സാധ്യമല്ല. അതുകൊണ്ട് വീടുകളിൽ അതിൻ്റെ എല്ലാ നിലക്കും അതിൻ്റെ ആദരവും മഹത്വവും മഹബത്തും കണക്കിലെടുത്തിട്ട് ബദരീങ്ങളുടെ മൗലിദ് ഓതുക, അന്ന് രാത്രി ബദരീങ്ങളുടെ മൗലിദ് ഓതുക, അവർക്ക് വേണ്ടി യാസീൻ ഓതി ഹദിയ ചെയ്യുക, ഫാത്തിഹ അധികരിപ്പിക്കുക, എന്നിട്ട് മക്കളോട് പറയാം അന്ന് പ്രത്യേക ഒരു ചീരണി വെക്കുക, എന്ന് വെക്കുന്നത് പോലെയല്ല അന്ന് പ്രത്യേകം എന്തെങ്കിലും വിഭവം മക്കൾക്ക് പ്രത്യേകമായിട്ട്. അങ്ങനെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നാടുകളിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന പോലെ നമ്മൾ ചെയ്യുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ വിശുദ്ധമായ മാസത്തിൽ വിട പറഞ്ഞ ഒരുപാട് മഹാത്മാക്കളുണ്ട്. ഒറ്റ ഓർമ്മപ്പെടുത്തൽ മാത്രം. മഹതിയായ ഫാത്തിമത്ത് സഹ്റാ ബീബി റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറഞ്ഞത് ഈ മാസത്തിലാണ്. അവരുടെ ഉമ്മ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറഞ്ഞത് റമദാൻ 10-നായിരുന്നു, ഇന്നലെയായിരുന്ന ദിവസം. അതുപോലെ തന്നെ ഫാത്തിമ ബീബിയുടെ ഭർത്താവ് മഹാനായ അലിയു കറമല്ലാഹു വജ്ഹ റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറഞ്ഞത് ഈ മാസത്തിലാണ്, റമദാനിലാണ്. അതുപോലെ തന്നെ മുഅ്മിനീങ്ങളുടെ വലിയ മാതൃക പോലെ ജീവിച്ച വനിതകളുടെ വലിയ മാതൃകയായ മഹദിയായ നഫീസത്തുൽ മിസ്രിയ ബീബി റളിയല്ലാഹു അൻഹയും ഈ ലോകത്തോട് വിട പറഞ്ഞത് റമദാൻ മാസത്തിലാണ്. അങ്ങനെ ഒരുപാട് സ്വലഹിങ്ങൾ, ഒരുപാട് മഹാത്മാക്കൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ടി യാസീൻ ഓതാനും അവർക്ക് വേണ്ടി ഫാത്തിഹ അധികരിപ്പിക്കാനും അങ്ങനെ ഹദിയ ചെയ്യാനും നമുക്ക് തൗഫീഖ് ഉണ്ടാവട്ടെ. എല്ലാ നിലക്കും അങ്ങനെ ഒരു നിശ്ചയത്തോടെ നമ്മൾ ജീവിക്കണം. ജീവിതകാലത്ത് സ്വാലിഹീങ്ങളുമായുള്ള ഒരു സുഹബത്തും മഹബത്തും ബന്ധവും ഉണ്ടാവുക. മരണശേഷം അത് വലിയ മുതൽക്കൂട്ടാവാൻ സാധിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഈ ഒരു സംവിധാനം, ഈ ജ്ഞാനവേദിയുടെ മധുരതരമായ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹത്തോടെ ഈ റമദാൻ നമ്മൾ അനുഭവിക്കുമ്പോൾ വിജ്ഞാനത്തിന്റെ വലിയ പ്രകാശം പ്രസരണം നടത്താൻ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നടത്തുന്ന ഈ പരിശ്രമങ്ങൾ അള്ളാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ, അള്ളാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ, അള്ളാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്താണ്, ഇസ്തിഗ്ഫാർ നമ്മൾ അധികരിപ്പിക്കാൻ പരിശ്രമിക്കുക. പരമാവധി എത്രത്തോളം നമ്മൾ അധികരിക്കുക, ഒന്നും കുറവില്ല, ഒന്നും നമുക്ക് നഷ്ടം വരുത്തൂല, നേട്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. അസ്തഗ്ഫിറുല്ലാഹൽ അസ്തഗ്ഫിറുല്ലാഹൽ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഈ സംവിധാനവുമായി സഹകരിച്ച, ഇതുമായി പരിശ്രമിക്കുന്ന, ഇതുമായി പ്രവർത്തിക്കുന്ന, അതിനുവേണ്ടി ത്യാഗം ചെയ്യുന്ന എല്ലാ സഹോദരങ്ങൾക്കും അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങൾക്കും അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ദീനിയായ എല്ലാ സേവനങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സ്വാലിഹ്യങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റഹ്മത്തിന്റെ 10 നമ്മളോട് വിട പറഞ്ഞു. പക്ഷേ അള്ളാഹു റഹ്മത്ത് കൊണ്ട് പൊതിഞ്ഞ സ്വാലിഹ്യങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിന്റെ റഹ്മത്തിന് അർഹരായ സ്വാലിഹ്യങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എത്തുക്കുമിനാറിന്റെ 10 വരുന്നു. എല്ലാ നിലക്കും നരകമോചനം ഉറപ്പാക്കുന്ന കോടിക്കണക്കിന് ആളുകൾ അവരിൽ അള്ളാഹു നമ്മളെ കൂട്ടി അനുഗ്രഹിക്കട്ടെ. സ്വാലിഹ്യങ്ങളോട് സ്നേഹം വെക്കാനും അവരോട് മഹബത്ത് വെക്കാനും ആ മഹബത്തിലൂടെ വിജയിക്കാനും നാളെ സുഖലോക സ്വർഗത്ത് അവരുടെ മഹയ്യത്ത് കൊണ്ട് ജയിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദുമാർ, ഭാര്യമക്കൾ, ബന്ധുക്കൾ എല്ലാവരുടെയും എല്ലാവരുടെയും അസുഖങ്ങൾ അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. എല്ലാവർക്കും സലാമത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. മഹാമാരി ഭീതിയോടെ നമ്മൾ കാണുമ്പോൾ, ഭീതിയോടെ ലോകമാകെ വീക്ഷിക്കുമ്പോൾ, അങ്ങനെയുള്ള മഹാമാരികളെ തൊട്ട് മഹാത്മാക്കളായ അസ്ഹാബുൽ ബദറിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹുവിന്റെ മഹാകൃപ കൊണ്ട് നമുക്ക് കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ. റമദാൻ കൊണ്ട് വിജയിക്കുന്ന ഖുർആൻ പാരായണം കൊണ്ട് ജയിക്കുന്ന തിലാവത്തുൽ ഖുർആൻ പാരായണം കൊണ്ട് വിജയിക്കുന്ന സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ഇഖ്ലാസോടെ, വാക്ക്, പ്രവർത്തി, ചിന്ത, ചലനം എല്ലാം അള്ളാഹുവിന്റെ പൊരുത്തത്തിലും പ്രീതിയിലുമായി പൂർത്തീകരിക്കാനും നിർവഹിക്കാനും അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മൾ മരിക്കുന്ന ഒരു നേരമുണ്ട്, മരിക്കുന്നൊരു സമയമുണ്ട്. അത് ഏറ്റവും അള്ളാഹുക്ക് നമ്മളോട് ഇഷ്ടമുള്ളൊരു നേരമാവണം. അള്ളാഹുവെ, ഞങ്ങൾ മരിക്കുന്ന സമയം ഞങ്ങളുടെ ഏറ്റവും നിനക്ക് ഇഷ്ടമുള്ള സമയമാക്കണേ അള്ളാഹ്. വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ പടച്ചോനെ ഞങ്ങളോട് നീ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമയത്ത് ഞങ്ങൾ നീ തിരിച്ചു കൊടുക്കണേ അള്ളാഹ്. അതിനു മുമ്പ് ആഫിയത്തുള്ള സലാമത്തുള്ള ദീർഘായുസ്സ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ്. പടച്ചോനെ, ആഫിയത്തോടെ റാഹത്തോടെ ഹബീബിന്റെ റൗദയിലേക്ക് എത്താൻ, ഹജ്ജും ഉംറയും നിർവഹിക്കാൻ, കഅബ തവാഫ് ചെയ്യാൻ, ഹജ്ജുൽ അസ്വദ് മുത്താൻ, എല്ലാത്തിനും ഞങ്ങൾക്ക് നന്മകൾക്കൊക്കെ തൗഫീഖ് നൽകണേ റബ്ബേ. പടച്ചോനെ, ഞങ്ങളെ നന്മയുടെ കാര്യത്തിൽ സഹായിച്ച, സ്നേഹിച്ച ഒരുപാട് ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. എല്ലാവർക്കും നന്മയുടെ പകരം നൽകണേ അല്ലാഹ്. ദീനിന്റെ ഖിദ്മത്തിലായി ഇഖ്ലാസോടെ സമസ്തക്ക് സേവനം ചെയ്ത്, സുന്നത്ത് ജമാഅത്തിന് സേവനം ചെയ്ത്, നിന്റെ ദീനിന് സേവനം ചെയ്ത് മഹാത്മാക്കളായ സ്വാലിഹ്യങ്ങൾ കാണിച്ചു വന്ന വഴിയിൽ മശായിഖന്മാർ വിരിച്ചു വെച്ച പ്രകാശപൂരിതമായ ആ മാർഗത്തിലൂടെ നിന്റെ പൊരുത്തത്തിലേക്ക്, നിന്റെ റിളയിലേക്ക് അടുക്കാൻ പടച്ചോനെ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. നിഅമൽ മൗലാ വനിഅമൻ നസീർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും ദുആയിൽ പ്രത്യേകം ഉൾപ്പെടുത്തണം. ഈ വിശുദ്ധ റമദാനിലും റമദാൻ കഴിഞ്ഞാലും. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും.